എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്യാപ്സിക്കത്തിനെ കുറിച്ചിട്ടുള്ളതാണ്. ഏത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ സി ഉള്ളത് നമ്മുടെ ക്യാപ്സിക്കത്തിലാണെന്ന് പറയപ്പെടുന്നു. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു. പിന്നെ കൂടാതെ നമ്മുടെ ശരീരത്തിലുള്ള ശ്വേതരക്താണുക്കളുടെ അളവ് കൂട്ടുകയും അതുമൂലം നമുക്ക് ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നെ വിറ്റാമിൻ സി കൂടാതെ മഗ്നീഷ്യം, വിറ്റാമിൻ B6, വിറ്റാമിൻ എ, കാൽസ്യം ഇതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് എല്ലിൻ്റെ നമ്മുടെ ശക്തി കൂട്ടുകയും പൊട്ടൽ വരാതെ നോക്കുകയും ചെയ്യുന്നു. പിന്നെ ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ തേയ്മാനം അതൊന്നും വരാതെ നമ്മുടെ എല്ലുകളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നെ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുകൾ വരാതെ നോക്കുന്നു. പിന്നെ നമുക്ക് വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ, നമ്മുടെ ത്വക്കിൻ്റെ പുറത്ത് എന്തെങ്കിലും ഉള്ളവർ, പിന്നെ രക്തസ്രാവം ഉള്ളവർ അല്ലെങ്കിൽ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉള്ളവർ ഇത് കഴിക്കാൻ പാടില്ല. കഴിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം മൂർച്ഛിക്കാനുള്ള വരുത്തുന്നു. പിന്നെ ഇത് നട്ട് വളർത്താൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഇതുപോലെ നന്നായിട്ട് വിളഞ്ഞ് പഴുത്ത ഒരു ക്യാപ്സിക്കം കടയിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ അരി മാത്രമായിട്ട് എടുത്തിട്ട് നമ്മൾ ഒരു തോടിലോ മുട്ടയുടെ ട്രേയിലോ വെച്ചിട്ട് നമുക്ക് വളർത്താവുന്നതാണ്. മുട്ട തോടിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ കിട്ടും. കാരണം ഇത് മുട്ടത്തോടിൽ ധാരാളം കാൽസ്യം ഉണ്ടെന്ന് നമുക്കറിയാം. ഏതാണ്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ തൈകൾ വന്നു തുടങ്ങും. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഈ ട്രേ വന്ന് താഴെ വീണത് കൊണ്ട് ഇതായിരിക്കുകയാണ്, താഴെ പോയി. പിന്നെ ഞാൻ ഓരോന്നെടുത്ത് ചട്ടിയിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഈ ട്രേ തന്നെ എടുത്ത് ചട്ടിയിലോട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം അത് മണ്ണിലേക്ക് അലിഞ്ഞ് ചേർന്ന് പൊക്കോളും. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ അരി ഒരിക്കലും നമ്മൾ ഭക്ഷണത്തിന് നമ്മൾ പാകം ചെയ്യുമ്പോൾ അരി ഇതിൽ വീഴാൻ പാടില്ല. കാരണം അങ്ങനെ നമ്മുടെ അരി നമ്മൾ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മൂത്രം ഒഴിക്കുമ്പോൾ ഭയങ്കര നീറ്റലും ഇതൊക്കെ ഉണ്ടാകും. ഭയങ്കര ചൂടായിരിക്കും മൂത്രം ഒഴിക്കുമ്പോൾ. അപ്പോൾ അരി ഒഴിവാക്കിയിട്ട് ബാക്കി അതിൻ്റെ ഭാഗം മാത്രം എടുത്ത് കുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതുപോലെ കുറേ തൈകൾ കിട്ടും നമുക്ക്. പിന്നെ ഞാൻ കുറേ അരികൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിൽ ചിലപ്പം നല്ലതും ചീത്തയൊക്കെ കാണും. വെള്ളത്തിലിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതാക്കി എടുത്തിട്ട് ചീത്ത അരികൾ മുകളിൽ പൊന്തി വരുമല്ലോ, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പാകാം. അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ചാണകപ്പൊടി, മുട്ടത്തോട്, തേയിലയുടെ ചണ്ടി ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ്.